ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചിക്കൻ കുറുമയാണ് തയ്യാറാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ചിക്കൻ കുറുമ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാപ്പാലില്ലാതെ ഇത്രയും ഭംഗിയായി എങ്ങനെ ചിക്കൻ കുറുമ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ചിക്കൻ്റെ 1 കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള 2 എണ്ണം, കുറച്ച് വേപ്പില, 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഞാൻ 2 സവാള വലുതാണ് എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് പിന്നെ നമുക്ക് സവാള ഇത്തിരി അല്പം കൂടുതലായാലും കുഴപ്പമില്ല. അതുപോലെ പച്ചമുളകും കുറച്ചുകൂടി കൂടുതലായാലും കുഴപ്പമില്ല. നമ്മൾ ആകെ കൂടി കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ചുവന്ന മുളക് ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇടാം, അതല്ലെങ്കിൽ കുരുമുളക് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മസാലക്കൂട്ടിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്ന വരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി മസാലയ്ക്ക് എല്ലായിടത്തും ആവുന്നവരെ ആക്കി കൊടുക്കാം. ഞാൻ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കി വേണം ഇനി ബാക്കി ഉപ്പിടാൻ വേണ്ടിയിട്ട്. കുറവാണ് നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കറി ആവണ ആ സമയം കണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ആ തിളയ്ക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിലായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമുക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഒഴിക്കേണ്ടത്. ഞാൻ തേങ്ങാപ്പാലിന് പകരം നമ്മുടെ കവർപ്പാലാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. കവർപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക
പ്രത്യേകതയുണ്ട്. നമ്മൾ വിനാഗിരി കറിയിൽ ഒഴിക്കരുത്. വിനാഗിരി കറിയിൽ ഒഴിച്ച് ചില സമയത്ത് നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും, പക്ഷേ ചില സമയങ്ങളിൽ പാല് പിരിഞ്ഞു പോകും. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ മാത്രം വിനാഗിരി ഒഴിക്കുമ്പോൾ പാല് പിരിയേണ്ടത്. വിനാഗിരിയുടെ ക്വാളിറ്റി കൂടിയതുകൊണ്ടാണോ അതല്ല പാലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് വിനാഗിരി ചേർക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. കറക്റ്റ് നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ എങ്ങനെയാണോ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇത് കിട്ടണത്. നല്ലതുപോലെ കുറുകിയൊക്കെ നമുക്ക് കിട്ടും. എങ്ങാനും നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെന്ന് തോന്നുകയാണ്, കുറച്ച് കോൺഫ്ലോർ ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഇറക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും വേപ്പിലും കൂടിയുള്ള താളിപ്പിലിട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടാതിരിക്കില്ല. നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ രീതിയിലാണ് നമുക്ക് കവർപ്പാലൊഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ കുറുമ തയ്യാറാക്കി. എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.